രാമനാമ മഹത്വം. മറ്റെല്ലാ നാമത്തിൽ നിന്ന് രാമനാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു തവണ രാമ എന്ന് ജപിക്കുമ്പോൾ ആ ഒരേ സമയത്ത് നമ്മൾ 3 പേരെയാണ് ഭജിക്കുന്നത്. 1 രാമന് നമുക്കറിയാലോ, 2 മഹാവിഷ്ണുവിന്, 3 മഹാദേവൻ. വസിഷ്ഠ മഹർഷിയാണ് 3 പേരെയും ഒരേ സമയം ഭജിക്കാൻ ഈ സൂത്രം ചെയ്തത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിൽ നിന്ന് രാ എന്ന അക്ഷരവും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൽ നിന്ന് മാ എന്ന അക്ഷരവും ചേർത്ത് രാമ എന്ന നാമം ഉണ്ടാക്കി. രാ എന്ന് നാരായണനും മാ എന്നത് മഹാദേവനും ആവുന്നു. അതുകൊണ്ടാണ് രാമനാമം ജപിക്കുമ്പോൾ ഒരേ സമയത്ത് 3 പേരെ ഭജിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. രാമനാമത്തിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. സാക്ഷാൽ ജഗദീശ്വരനായ ശ്രീരാമന് ലങ്കയിലെത്താൻ സേതു നിർമ്മിക്കേണ്ടി വന്നു. എന്നാൽ സദാസമയം രാമനാമം ജപിച്ച ഹനുമാന് ഒരു ചാട്ടത്തിന് ലങ്കയിലെത്താൻ സാധിച്ചു. നിത്യവും ശ്രീരാമനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് 1 വർഷം രാമനാമം ജപിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ട്. ഒരുവിധം ആളുകളും ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. പിന്നെ മറ്റു ചിലരാണെങ്കിലോ മടി കാരണം ജപിക്കുകയില്ല. ഇനി ഇതൊന്നുമല്ലാണ്ട് വേറെ ചിലരുണ്ട്, ഒരു 10 ദിവസമൊക്കെ ജപിക്കും, പിന്നെ പതിയെ അത് നിർത്തും. ഇതിനെല്ലാം തടസ്സമുണ്ടാക്കാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരാൾ ഉണ്ടാവും. അതാണ് കലി. ഇത് കലിയുഗം ആണല്ലോ. അപ്പോൾ നമ്മൾ നിത്യവും നാമം ജപിക്കുകയാണെങ്കിൽ കലി നമ്മളുടെ അടുത്ത് വരാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ കലി വിചാരിച്ച കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ നാമജപം ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതാണ് കലി ചെയ്യുന്നത്. നിത്യവും ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം ജപിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷെ അത് വിശ്വാസപൂർവ്വം മുടക്കം കൂടാതെ നമ്മൾ അത് ജപിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നു മുതൽ തന്നെ നമുക്ക് സാധിക്കുന്ന ഏറ്റവും എളുപ്പമായ ഒരു നാമം ജപിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കാം.